അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങളോട് യാത്ര ചോദിക്കുകയാണ്. നമ്മൾ ഹജ്ജ് കോട്ടയിൽ നമുക്കും ഹസ്ബൻഡിനും കൂടി ഹജ്ജിന് പോകാൻ അവസരം കിട്ടി. പടച്ചവൻ അത് കബൂലാക്കട്ടെ. അവിടെ എത്താനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഞങ്ങൾക്ക്. അവിടെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും സിയാറയും ചെയ്യാനും എല്ലാ അമലുകളും ഒരു ആഫിയത്തോടുള്ള ആരോഗ്യം തന്ന എല്ലാ അമലുകളും ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം പോകുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതാണ്ട് ഇത് അവരുടെ തന്ന സ്റ്റിക്കറാണ്. നമ്മുടെ മക്കനായിൽ 2 മക്കന ഉണ്ട്. 2 മക്കനായിൽ 2 സ്റ്റിക്കറേ ഉള്ളൂ. 2 മക്കനായിൽ തയ്ച്ച് പിടിപ്പിക്കണം. അതിനെ തയ്ക്കുന്നതിൻ്റെ വീഡിയോവും എൻ്റെ പച്ചക്കറികളെയും എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കുക. പച്ചക്കറികളെയും ചെടികളെയും അവർക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം പോകാൻ. നിങ്ങളോട് യാത്ര ചോദിച്ച് പോകുമ്പോൾ അപ്പോൾ അത് വെറുതെ അങ്ങ് പോകാൻ പറ്റില്ല. ഇനി ഞാൻ ഒരു വീഡിയോ ഇടുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു വെച്ചിട്ട് വേണമല്ലോ നിങ്ങളുടെ അടുത്തെല്ലാം യാത്രയും ചോദിച്ച് സലാം പറഞ്ഞ് എല്ലാം പറഞ്ഞ് നമ്മൾ ഇനി തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലല്ലല്ലോ പോകുന്നത്. ഹജ്ജിന് പോകുന്ന എല്ലാവരും അങ്ങനെ തന്നെ. കാരണം തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല നമുക്ക്. നമ്മളെല്ലാം നമുക്കടെ ഹക്കിടപാടുകൾ, പൈസ ഇടപാടുകൾ, നമ്മൾ ഏത് വിധത്തിലുള്ള പൈസയ അങ്ങനെയെല്ലാം നമ്മൾ നോക്കിയില്ലേ പോകുന്നത്. എല്ലാം കൊടുക്കൽ വാങ്ങലെല്ലാം തീർത്തി, ചിട്ടികളെല്ലാം നിർത്തി. ചിട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചിട്ടികളൊന്നുമില്ല, എങ്കിലും ഇടപാടുകളെല്ലാം നിർത്തി. ഒരുമാതിരിപ്പെട്ട എല്ലാം തീർത്തി. ഞങ്ങൾ കൊടുക്കാനുള്ളത് വാങ്ങിക്കാനുള്ളത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കച്ചവടമാണ്, ഹസ്ബൻഡിന് കച്ചവടം ആയതുകൊണ്ട് ആ ബിസിനസ് നമ്മൾ കടയിലിരിക്കുന്ന ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അനിയനെ ഏൽപ്പിച്ചിട്ടുണ്ട് കച്ചവടം. അപ്പോൾ അതാണ്ട് ഇതിന് 2 മക്കനായാലും ഞാൻ തയ്ക്കുകയാണ്. തയ്ച്ചതിന് ശേഷം ഞാൻ എൻ്റെ പച്ചക്കറികൾക്കെല്ലാം ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം അവരില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല, അവർക്ക് അതിനെക്കാട്ടിയും സമാധാനക്കേടാണ്. കാരണം ഇതെല്ലാം ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന പുഴുക്കേടിനെയൊക്കെ മാറ്റി ഞാൻ അതിനെല്ലാം മരുന്ന് ചേർത്ത് എല്ലാം ഇതാക്കി പച്ചക്കറികൾ പിടിക്കുന്ന ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ അവസ്ഥ ഒന്നുമില്ല. വെണ്ടയ്ക്കൊക്കെ ഇഷ്ടം പോലെ പിടിച്ചതാണ്. അപ്പോൾ ഇവർക്ക് ഇനി ശകലം വളം ഇട്ട് കൊടുക്കാം. നമ്മൾ കുറേ ഇത് എടുത്തു വെച്ചതിന് ശേഷം ഇത് വളം ഇട്ടിട്ടില്ല. കാരണം ക്ലാസ്സിന് പോക്കും സാധനങ്ങൾ വാങ്ങിക്കാൻ പോക്കും തിരക്കായിരുന്നു, മൊത്തം തിരക്കാണ്. ഇപ്പോൾ ഈ ശനിയാഴ്ചയാണ് ഞങ്ങൾ ഇവിടുന്ന് 17-ാം തീയതി ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 18-ാം തീയതി നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഈ പഴത്തൊലി കളയണ്ടെന്നും പറഞ്ഞ് സവാളയുടെ തോലും എല്ലാം എടുത്ത് ഈ കുപ്പിക്കകത്താകുമ്പോൾ പെട്ടെന്ന് ഒരു കുപ്പി അങ്ങോട്ട് എടുത്തിച്ച് നേർപ്പിച്ച് എല്ലാത്തിനും കുറേശ്ശെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് ഇതുവരെ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇന്നത്തെ വേസ്റ്റാണ്. ഇത് കഞ്ഞിവെള്ളവും പച്ചക്കറിയുടെ ഉള്ളിയുടെ തോലും കരിയാപ്പലയുടെ തണ്ടും എല്ലാം കൂടെ ഇട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് അവർക്ക് ചെടികൾക്കും പച്ചക്കറി ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ കുറേ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിനെ നേർപ്പിച്ചതിന് ശേഷം ചാണകത്തിൻ്റെ വെള്ളം നേരത്തെ ഇരുന്നായിരുന്നു, അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചാണകം ഒരു പഴയ ബക്കറ്റിനകത്ത് വെച്ചിരുന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന ജോലികളാണ്. അല്ലാതെ ഇത് നമുക്ക് 100 രൂപ കൊടുക്കുമ്പം വലിയൊരു കിറ്റ് കിട്ടും, പച്ചക്കറി കിറ്റ്. അതിനകത്ത് എല്ലാ സാധനങ്ങളും കിട്ടും. എന്നാൽ ചോദിക്കും ഇതൊക്കെ എന്തിനാ അത്ര പാടുപെടുന്നത്? ശരി, അതൊക്കെ നമുക്ക് പാടുപെടുന്ന ഈ സന്തോഷം നമുക്ക് പൈസ കൊടുത്താൽ കിട്ടത്തില്ല. ഈ പച്ചക്കറികളെയും പൂച്ചെടികളെയെല്ലാം നട്ട് വളർത്തി പൂ പിടിച്ച് അതൊരു കാ പിടിച്ച് കണ്ട വെണ്ടയ്ക്ക് എന്ത് സന്തോഷമാണ്. ഇതൊക്കെ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കുമ്പം നമുക്കിതിനകത്താണ് എനിക്ക് സന്തോഷം തരുന്നത്. സന്തോഷം അല്ല, കുഴപ്പമില്ല, എന്നാലും ഇതിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കും ഹസ്ബൻഡുമാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. രാവിലെ വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് വിളവെടുക്കാനും. ഉച്ച കഴിഞ്ഞാൽ ഒന്നിനും നിൽക്കരുത്. നമ്മുടെ നല്ല സമയം രാവിലെയാണ്. ഈ കൃഷി ചെയ്യാനായാലും എന്ത് ജോലിക്കും നമ്മൾ രാവിലെ ഇറങ്ങി ഒരു 8:30 1 മണിക്കൂർ ഇതിൻ്റെ കൂടെ നിന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ അടുക്കളയിൽ കയറി ബാക്കിയുള്ള ജോലികളെല്ലാം നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ രീതി. പിന്നെ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന പിള്ളേരെല്ലാം എൻ്റെ മക്കളെല്ലാം വലുതായിപ്പോയി. അന്നും ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്. ഇത്രയും ഇല്ലെങ്കിലും അന്നും പച്ചക്കറികളെല്ലാം വളർത്തി ചെടികളായിരുന്നു അന്ന്. ഇപ്പോൾ പച്ചക്കറികൾ കൃഷിഭവനിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് പല വിധത്തിലുള്ള പച്ചക്കറികളും പിന്നെ നഴ്സറികളിലൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പം അതും ഇത് കണ്ട്. ഇതേമാതിരി വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുകറി വെക്കാൻ ഏറ്റവും നല്ലതാണ്. കൊച്ചുള്ളിയായിട്ട് നമ്മൾ വഴുതനങ്ങ തൊട്ടുകറി വെക്കാൻ വെള്ളത്തിൽ ഇട്ട് ഇതിൻ്റെ കറയൊന്ന് കളയണം. വെണ്ടയ്ക്ക ആണെങ്കിൽ മെഴുക്ക് വരട്ട തീയൽ വെക്കാം, സാമ്പാറിനകത്തിടാം. ഓടിപ്പോയി നമുക്കൊരു സാമ്പാർ വെക്കാം, പിച്ചിക്കൊണ്ട് വരാം. വഴുതനങ്ങ തൊട്ടുകറി വെക്കാം, തീയൽ വെക്കാം, മെഴുക്ക് വരട്ടിയും വെക്കാം. അങ്ങനെ ഇതിൻ്റെ ചെവിടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമേ നമ്മൾ ഇതൊന്ന്
നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന വളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മണ്ണിട്ട് നീക്കി കൊടുക്കണം. മണ്ണിട്ട് നീക്കി കൊടുക്കുമ്പോഴാണ് അവർ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരുന്നത്. പിന്നെ ഇതിൻ്റെ കീടങ്ങളെ ഓടിപ്പിക്കാൻ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാരം, പിന്നെ റോഡിലാണ് ഈ നിൽക്കുന്നതൊക്കെ, ചാരവും നമ്മുടെ അടുക്കളയിലെ ഇതുണ്ടല്ലോ ലിക്വിഡ്, നമ്മൾ പാത്രം കഴുകുന്ന വിമ്മിൻ്റെ, അതെന്തെങ്കിലും സോപ്പൊടിയായാലും മതി, അതങ്ങോട്ട് ഇട്ട് നേർപ്പിച്ച് അകലം ഇട്ടിട്ട് നേർപ്പിച്ച് സോഡാപ്പൊടിയോ വിനാഗിരിയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതിനൊന്ന് തളിച്ചു കൊടുക്കണം. അത് തളിക്കേണ്ടത് വൈകിട്ടാണ്, രാവിലെ തളിക്കരുത്. വളം ഇട്ട് കൊടുക്കുന്നത് രാവിലെ ഇട്ട് കൊടുക്കണം, തളിക്കുന്നത് വൈകിട്ട് കൊടുക്കണം. ഇതാ മണി പ്ലാന്റ് എന്ത് ഭംഗിയുള്ള വെള്ള കളർ, പല സൈസ് മണി പ്ലാന്റ് ഉണ്ട്. ഓർക്കിഡുകളും അഡീനിയവും പിന്നെ ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റും, ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. എല്ലാ ചെടികളും ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ട്. അഡീനിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ഓരോരുത്തർ ചോദിക്കും എനിക്ക് അയച്ചു തരാനൊക്കത്തില്ല. കാരണം ഞാൻ തൊണ്ടൻമുള ഇട്ടിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് പോസ്റ്റ് ഓഫീസിലോ അങ്ങോട്ട് ബോക്സിലിട്ട് കൊറിയർ അയച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അവർക്ക് താമസിച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചാൽ അതിനെക്കാട്ടി മെനക്കെട്ട ജോലി. ഞാൻ വിചാരിക്കും അന്നേരം നമ്മൾ പൈസ വാങ്ങിക്കേണ്ട, വെറുതെ ഈ തൊണ്ടൻമുള അയച്ചു എന്നിട്ട് തന്നെ പറ്റുന്നില്ല. അതായത് കണ്ട ഇതൊക്കെ അങ്ങ് വാങ്ങിച്ച് മാറ്റി വെക്കാം. പിന്നെ എന്തുവാന്ന് വെച്ചാൽ അന്നേരത്ത് ആരെങ്കിലും അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോട്ട്. കൊറിയർ അയച്ചു കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ അത് നമ്മൾ കരുനാപ്പള്ളി അതിൻ്റെ ആ ഓഫീസിൽ കൊണ്ടുപോയി അടയ്ക്കണം. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനേക്കായിട്ട് തല്ലിയാൽ അവർ പൈസ അടച്ചിട്ട് എന്താ കിട്ടാഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബഹളം. പിന്നെ ഒരു സ്വസ്ഥതയില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുകയോ വാങ്ങിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. വാട്സപ്പിൽ നമ്പർ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടുന്ന ചെടികൾ അവരൊക്കെ ചെയ്തോളും. ഓർക്കിഡ് നല്ല ഭംഗിയുള്ള ഓർക്കിഡല്ലേ ഇതൊക്കെ കാണാൻ. ആന്തൂറിയം ഉണ്ട്. ആന്തൂറിയൊക്കെ നോക്കാത്തതും കൊണ്ട് ഇപ്പോൾ ചെടികളെ നോക്കുന്നില്ല ഞാൻ, കാരണം സമയമില്ല. അടീനിയും ഒക്കെ തൈയൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നു. ഇതിന് പിന്നെ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ ഇതൊരു മെനക്കെട്ട ജോലിയാണ്. വീഡിയോ എടുപ്പ്, എഡിറ്റിങ്, അത് അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര. എല്ലാവരും ആയിരിക്കും എന്തോ യൂട്യൂബിൽ വീഡിയോ എത്ര ദിവസം കഷ്ടപ്പെട്ടാണെന്നറിയാമോ ഒരു വീഡിയോ അത് ആൾക്കാരുടെ മുമ്പിലോട്ട് യൂട്യൂബിൽ എത്തിക്കുന്നതെന്നറിയാമോ? അതിന് ഡബ് ചെയ്യണം, കുറച്ച് കൊടുക്കണം, സൗണ്ട് കുറയ്ക്കണം, സൗണ്ട് കൂട്ടണം. എളുപ്പമൊന്നുമല്ല ഇത്, ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കിതുവരെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. 2 വർഷം കൊണ്ട് ഞാൻ ഇടുന്നു. എനിക്കൊരു സന്തോഷം, മനസ്സിനൊരു സന്തോഷം. പിള്ളേരുടെ ജോലിയാണ്, ഉമ്മച്ചി ഇതെല്ലാം ഉണ്ടല്ലോ ഒന്ന് ഇട്, മരുമോടെ ജോലിയാണ്. അങ്ങനെ അവൾ എല്ലാം റെഡിയാക്കി തന്നത്, മരുമോളും നാത്തൂൻ്റെ മോളും കൂടെ. പിന്നെ ഇപ്പം അവരവരുടെ പാട്ടിന് പോയി. പിന്നെ ഞാനാണിപ്പോൾ എനിക്കൊന്നും അറിയാമത്ത, ഞാനതെല്ലാം സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കാൻ കൂടി അറിയാമയ്യത്ത ഞാനാണ് ഇതെല്ലാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കുന്ന ആരും പോട്ട് ഫോട്ടോ എടുക്കാൻ കൂടി അറിയത്തില്ലായിരുന്നു 2 വർഷം മുമ്പേ. നല്ലോണക്ക് മൊബൈൽ ടച്ച് അറിയത്തില്ലായിരുന്നു. ടച്ച് ഫോൺ പിടിക്കുന്നത് നമ്പർ എടുക്കുന്ന ഒന്നും അറിയാൻ വയ്യാത്ത ഞാനിപ്പോൾ എഡിറ്റിംഗ് ലോകത്തും കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒന്നിനും സമയമില്ലാതായിപ്പോയി. കാരണം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. കാരണം ഇതെല്ലാം എടുത്തു വെച്ചേക്കുന്നല്ലോ, ഇതൊന്നിടണം, ആൾക്കാർ കണ്ട് ഇതൊക്കെ ഒന്ന് അവരും കൂടെ അവർക്കൊരു പ്രചോദനം. വെറുതെ ടി വിയും മൊബൈലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു പ്രചോദനം. കാരണം നമ്മുടെ വീട്ടിൽ ഇതേമാതിരി മുറ്റത്ത് ഒരു കടലാസ് ചെടിയോ പിന്നെ അടീനിയോ ആന്തൂറിയോ റോസായോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം. ഇതൊക്കെ പൂ പിടിച്ച് നിൽക്കുന്നതാണ്. എന്നിട്ട് ഈ പൂവെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കളയണം. അത് അതിനെക്കാട്ടി മെനക്കേടാ. കടലാസ് ചെടിയുടെ പരിപാലനം ഭയങ്കരമാണ്. ഇതൊന്ന് പൂ പിടിച്ച് കാണുമ്പോൾ അത്രയും സന്തോഷം വരും. കാരണം കടലാസ് ചെടിയുടെ മുള്ളെല്ലാം കൊണ്ട് കൈയൊക്കെ അങ്ങ് മുറിയും. ഇത് മൊത്തം അങ്ങ് കട്ട് ചെയ്ത് കളയും ഈ പൂ പിടിച്ച് തീർന്നതിന് ശേഷം. ഭംഗിയൊക്കെയാണ്, അതിനനുസരിച്ച് കഷ്ടപ്പാടുമാണ്. അതിൻ്റെ മേളിലെടുത്ത് വെക്കണം, അവിടുന്ന് താഴെ എടുത്ത് ഇറക്കിക്കൊണ്ടുവന്ന് വളം ഇട്ട് കൊടുക്കണം, വെയിറ്റ് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഈ ചെടിച്ചട്ടിയുടെ വെയിറ്റ് കാരണം പെടലി വേദന, ഈ പിന്നെ പെടലി വേദന ഉണ്ടാവും നമ്മൾ വെയിറ്റ് എടുക്കുന്നതിനനുസരിച്ച്. അതുകൊണ്ട് കഴിയുന്നത് ഇപ്പം വെയിറ്റ് എടുക്കാതെ നോക്കുക. പിന്നെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആളാണ് ഞാൻ. പിന്നെ അതാണ് ഈ ചെടിച്ചട്ടി ഒറ്റയ്ക്ക് വറക്കി മേളിൽ ടെറസിൽ നിന്ന് താഴെ കൊണ്ടുവരണം, താഴേന്ന് മേളിൽ. എന്നാലും ടെറസിൽ വെച്ചാലേ ഇത് പൂക്കത്തോളൂ. പിന്നെ എടുത്ത് മേളിൽ കൊണ്ടുവെക്കും. അങ്ങനെ ഓരോ ജോലികളും ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പൂ പിടിച്ച് കാണുമ്പോൾ അതിനെക്കാട്ടും സന്തോഷമാണ്. അതെല്ലാം ആ വേദനകളെല്ലാം നമ്മുടെ അങ്ങ് മറക്കും. ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കാതിരിക്കും. പിന്നെ 2, 3, 4 ദിവസം കൂടുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് അത് കറക്റ്റാണോ എന്ന് നോക്കി, അത് എത്ര മിനിറ്റ് നേരം ഉണ്ടെന്ന് നോക്കി അത് അപ്ലോഡ് ചെയ്ത് സൗണ്ട് കൊടുത്ത്. അതിന് മ്യൂസിക്കൊന്നും ഞാൻ കൊടുക്കത്തില്ല, അതിനൊന്നും എനിക്ക് സമയമില്ല. മ്യൂസിക് കൊടുക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. മ്യൂസിക് എല്ലാവരും പറയും മ്യൂസിക് കൊടുക്കും, മ്യൂസിക് ഒന്നും
എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. എന്താ വെച്ചാൽ എഡിറ്റിങ് ചെയ്യാൻ തന്നെ നമ്മുടെ അത്രയും താമസം നമ്മുടെ ജോലികൾ തയ്യലായാലും ജോലികളായാലും ഉണ്ട് വീട്ടിൽ. അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ജോലി. ഇത് ടെറസിലാണ് നിൽക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ ഇത് കമ്പ് കിളിപ്പിച്ചാണ് ഞാൻ ഈ കടലാസ് ചെടികൾ മൊത്തം കിളിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കറ്റാർ വാഴ നട്ടിട്ടുണ്ട്. അത് എടുത്ത് മുരിങ്ങയിലയായിട്ട് കൊന്നയിലയായിട്ട് അരച്ച് ഇതിനൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇവർ അതിൻ്റെയൊക്കെ പൂക്കളാണ് ഇത് ഈ നിൽക്കുന്ന. അതൊക്കെ ഒഴിച്ചു കൊടുത്ത ഇതാണ് വളം. പിന്നെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ ജമന്തി ഉണ്ട്. ഇതാണ്ട് ജമന്തിയൊക്കെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതൊക്കെ ഇത് പിന്നെ ഒരു ജമന്തിയുടെ ചെറിയൊരു കമ്പ് കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ജമന്തി അങ്ങ് കാട് പിടിച്ച് കിട്ടുന്നതിനകത്തെല്ലാം അങ്ങ് പിടിക്കുക. എന്തോ ചെയ്യും? അടീനിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന അടീനിയങ്ങൾ റബ്ബർ ഇട്ട് കെട്ടണം. റബ്ബർ ഇട്ട് കെട്ടുമ്പോൾ നല്ലതുപോലെ അവർ കിളിച്ച് കയറും. കടലാസ് ചെടിയുടെ കമ്പൊന്നും കളയാൻ തോന്നത്തില്ല. അതൊക്കെ എടുത്തങ്ങോട്ട് മാറ്റി എവിടെയെങ്കിലും ഒന്ന് കുഴിച്ച് വെക്കും. അവരങ്ങ് കിളിച്ച് വരും. കിളിച്ച് വരുമ്പം വിചാരിക്കും ഇത് നട്ട് ചെടിച്ചട്ടി എവിടെയെങ്കിലും ഒഴിഞ്ഞ് ഉണ്ടെങ്കിൽ എടുത്ത് നട്ട് കൊടുക്കും. അങ്ങനെയാണ് ഈ കടലാസ് ചെടി എനിക്ക് ഒരുപാട് കടലാസ് ചെടിയാക്കിയത് കിട്ടിയത്. ഹൈഡ്രേഞ്ച് എത്രയോ വർഷങ്ങൾ മുമ്പ് നിന്ന് ഹൈഡ്രേഞ്ച് പുഴുത് കളയാൻ പോയപ്പോൾ അതിനകത്തും പൂ പിടിച്ച്. ഡാലിയ ഉണ്ട്. അത് പൂ പിടിച്ച് വരാറായി വരുന്നു. മഞ്ഞ ഓർക്കിഡുകൾ. സിറ്റ് ഔട്ടിൽ വെക്കാൻ നല്ല ചെടികൾ നമ്മുടെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. സിറ്റ് ഔട്ടിൽ അകത്ത് ഇതൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട്. ഇതൊന്നും വെയിൽ കൊള്ളിക്കാൻ പറ്റാത്ത ചെടികളാണ്. CC പ്ലാന്റ് ഉണ്ട്, കറുപ്പും ഉണ്ട്, വെള്ളയുണ്ട്. വെള്ള ഇതിൻ്റെയൊക്കെ ഇല പിന്നെ ഒരു നട്ട് ചെറുതിനകത്തോട്ട് നട്ടാൽ മതി. CC പ്ലാന്റിൻ്റെ ഇല കൊണ്ടുവന്ന് കിളിപ്പിച്ചതാണ്. ഇഷ്ടം പോലെ ആയിപ്പോൾ. ലിച്ചിയാണിത്. ഫ്രൂട്ട്സുകളും ഉണ്ട്. ലിച്ചി ഉണ്ട്, അവക്കാഡോ ഉണ്ട്. അവക്കാഡോ ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ ചൈനീസ് പേര, പിന്നെ മാങ്കോസ്റ്റിന്, പിന്നെ പിസ്ത എന്നും പറഞ്ഞ് നട്ടതാണ്. അത് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഇഷ്ടം പോലെ അതാണ്ട് കിളിച്ച് വരുന്നത്. എനിക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എന്നെ വഴക്ക് പറഞ്ഞു അത് വെട്ടിക്കളഞ്ഞ്. ഇപ്പോൾ ഇഷ്ടം പോലെ പിടിച്ച് നിൽക്കുന്നു. അത് പറക്കാനുള്ള സമയവും ഇല്ല. താഴെ വന്ന് വീഴുവാണ്. അതിൻ്റെ കായ് പൊട്ടി. ഞാനത് ചെറുതേ ഒരു വീഡിയോ എടുത്ത് ഒന്ന് മുറിച്ച് കളഞ്ഞപ്പോൾ ഇട്ട വീഡിയോ, ഷോർട്സ് വീഡിയോ ഇട്ട് എന്നെ ഒരുപാട് പേര് വഴക്ക് പറഞ്ഞു. എന്തിനാ മുറിച്ച് കളഞ്ഞ? ഇപ്പം മുറിച്ച് കളഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തെ കിളിച്ച് വന്ന് കയറി കായും പിടിച്ച് നിൽക്കുന്നു. മൊത്തത്തിൽ കട്ട് ചെയ്തില്ല. ഒന്ന് കോതി കളയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വെട്ടം വരണ്ടേ നമ്മുടെ മുറ്റത്ത്? അല്ലെങ്കിൽ കരിയില കൊണ്ടങ്ങ് തൂത്ത് കുഴഞ്ഞ്. കരിയിലയാണ് ഭയങ്കരം. അടീനിയൊക്കെ ഇത് ഇത് പ്രൂൺ ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ പൂക്കൾ വരുന്നത്. അടീനിയൊക്കെ നല്ല ഭംഗിക്ക് പിന്നെ സാഫ് തേച്ച് കൊടുക്കണം. മെഴുതിരി ഒന്നും ഇത് വെക്കണ്ട. ഇത് നല്ല വെയിൽ കിട്ടേണ്ട സ്ഥലത്താണ് ഈ അടീനിയം വെക്കേണ്ടത്. അപ്പോൾ നല്ലതുപോലെ കിളിച്ച് കയറും. പിന്നെ കറ്റാർ വാഴപ്പോളയും മുരിങ്ങയിലയും കൊന്നയിലയും എല്ലാം കൂടെ അതിനുള്ള വളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ തൊണ്ടൻമുളകുണ്ട്, അതും കാണിച്ചു തരാം. ആ തൊണ്ടൻമുളക് അയച്ചു കൊടുക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. അന്നേരം പിന്നെ അവർക്ക് എനിക്ക് 12 മണി വരെ ഞാൻ ഉറക്കം ഒഴിഞ്ഞാണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റ് ചെയ്യാനും എടുക്കാനും. പോസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് എടുത്തു കൊടുത്താൽ. പക്ഷേ കൊറിയർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതൊക്കെ അയച്ചു അതിൻ്റെ വെയിറ്റൊക്കെ നോക്കി അതിൻ്റെ പൈസ അടച്ച് കൊറിയർ ചാർജൊക്കെ കൊടുക്കണ്ടേ നമ്മൾ? അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്ത് അവർക്ക് അതൊരു കൊറിയർ ചാർജ് കൊടുക്കുക എത്രയാണെന്ന് അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ വെയിറ്റ് നോക്കുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് കരുനാപ്പള്ളിയിലോ ചവറയിലോ ഒക്കെ കൊണ്ടുപോയി അടയ്ക്കണം. നമ്മുടെ വീട് തേവലക്കര, കൊല്ലം ജില്ലയിലാണ്. അതുകൊണ്ട് ഈ അടീനൊക്കെ നട്ട് കിളിപ്പിക്കേണ്ടതാണ്. അരി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് കിളിച്ചോളും. ഇതൊക്കെ അരിയിട്ട് കിളിപ്പിച്ചതാണ്.
ഇത് നമ്മുടെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു പൂവുണ്ട്, കണ്ട ഇത് കണ്ട, ഡബിൾ ബോൾസി എന്ന് പറയും, ബോൾസ്യം. പിന്നെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നല്ല കാണാൻ നല്ല. പിന്നെ ഈ മുറ്റത്ത് നിൽക്കുന്ന ചെടികൾ തന്നെ നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെയും ഡൈനിൻ്റെ പുറത്തും ഓപ്പൺ കിച്ചൺ, ഇപ്പോൾ എല്ലാ ഓപ്പൺ കിച്ചനൊക്കെ അല്ലേ, ഓപ്പൺ കിച്ചനും പിന്നെ ചെടികൾ വെക്കാൻ, അകത്ത് തന്നെ ചെടി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന വീടുകളാണ്. അപ്പോൾ ഈ നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കണം, നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഇതൊക്കെ നിൽക്കുന്നത് ഇത് തന്നെ കൊണ്ടുവന്ന് ഒന്ന് കുപ്പിക്കകത്ത് ശകലം വെള്ളം ഒഴിച്ച്, ഇല്ലെങ്കിൽ പെബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിക്ക് അവർ നല്ല അകത്തൊക്കെ വെക്കാൻ നല്ല ചെടികളാണ്. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെടികൾ തന്നെ ഞാൻ അടുക്കളയിലൊക്കെ കൊണ്ടുവെക്കുന്നത്, അടുക്കളയിലും വാഷ് ബേസിൻ്റെ അവിടെയും ഡൈനിൻ്റെ അവിൻ്റെ ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് പിന്നെ ഇത് എന്തോ ലക്കി ബാമ്പുവോ, അത് മുറ്റത്ത് നിന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പം അത് കണ്ടപ്പോൾ ഒരു ഭംഗിയുണ്ടെന്ന് അത് ഞാൻ കൊണ്ടുവച്ചതാണ്. ഈ കടലാസ് ചെടി എല്ലാം ഇനി പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇപ്പം നിങ്ങൾക്ക് കടലാസ് ചെടി ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാതിരി കമ്പ് വെട്ടിക്കളയുന്നിടത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പോഴേ കുത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നല്ലതുപോലെ ബോഗൻവില്ല, ഓരോ നമ്മൾ യാത്രയൊക്കെ പോകുമ്പം കണ്ടിട്ടില്ലേ വീടുകളുടെ മുമ്പിലൊക്കെ ബോഗൻവില്ല നിൽക്കുന്നത്, എന്ത് ഭംഗിക്കാണ് നിൽക്കുന്നത്. അതേമാതിരി നമ്മുടെ വീട്ടിൽ നമുക്കും ഇതേമാതിരി, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും ഓരോ വീടുകളിലും അതിൻ്റെ പുറത്തും അതിൽ കൂടെ ഒക്കെ ഈ അപ്പോൾ കൊതി വരും. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതേമാതിരി നമുക്ക് എൻ്റെ ആഗ്രഹം സാധിച്ച്, ഇതേമാതിരി ബോഗൻവില്ല വേണമെന്നും പൂക്കൾ ജമന്തികളൊക്കെ വേണമെന്നും അടീനം വേണമെന്നും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച്. ഇനിയിപ്പം പിന്നെ ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടിയും എൻ്റെ ഹസ്ബൻഡും ഈ എല്ലാ വർഷം പോകുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്നവർക്ക് നാട്ടിൽ നമ്മളെ അടുത്ത് പറയുന്നവരടുത്തെല്ലാം നമ്മുടെ അടുത്ത് ദുആ ചെയ്യാൻ പറയണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞങ്ങളും ദുആ ചെയ്യുന്നുണ്ട്. അവിടെ എത്താൻ വേണ്ടുക വെക്കട്ടെ. 17-ാം തീയതി 4 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത്. 4 മണിക്ക് പോയി കരുനാഗപ്പള്ളി പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ചുകൊണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ബസ്സിൽ നെടുമ്പാശ്ശേരിയിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് 18-ാം തീയതി ഉച്ചയ്ക്കാണ് 3 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇൻഷാ അല്ലാഹ് എല്ലാം പടച്ചോൻ കബൂൾ ചെയ്യട്ടെ. നമുക്ക് അവിടെ എത്താനും എല്ലാ അമലുകളും ആഫിയത്തോടുകൂടി ആരോഗ്യം തന്ന എല്ലാ അമലുകളും ചെയ്യാൻ നമുക്ക് പടച്ചോൻ ഇത്രയും ഒക്കെ ആക്കി തന്ന എല്ലാത്തിനും സൗകര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല, കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല, പോകാൻ ഒരുങ്ങുമെന്നും പൈസ മുഴുക്കുമെന്നൊന്നും എല്ലാം നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പടച്ചോനെ ഏൽപ്പിക്കുക, എല്ലാം തവക്കൽത്തു അല്ലാഹ് പടച്ചോൻ സാധിച്ചു തരും എല്ലാം. അത് ഇപ്പം എനിക്കിപ്പോൾ ഉറപ്പ് കിട്ടി. ഇനി അവിടെ ചെന്ന് ഈ അമലുകളും കൂടെ ചെയ്ത ശരീരം പടച്ചോൻ എല്ലാത്തിനും ഹജ്ജിനുള്ള ഉംറയ്ക്ക് നേരത്തെ പോയിട്ടുണ്ട്, അങ്ങനെ ആഗ്രഹം സാധിച്ചു തരട്ടെ. നമ്മൾ ഇതേമാതിരി ഇതെനിക്ക് സന്തോഷമായി ഈ ചെടികളും പൂക്കളും ഒക്കെ കാണുന്നത്. പിന്നെയും ഞാൻ നിങ്ങളെ വെറുപ്പിക്കുമായിരിക്കും, നിങ്ങൾക്ക് വിചാരിക്കും എന്തിനാ ഇതൊക്കെ ഇട്ട് തരുന്നത്. എൻ്റെ ഒരു സന്തോഷം, നമ്മൾ നട്ട് വളർത്തി വളം കൊടുത്ത് എത്ര ദിവസത്തെ കഷ്ടപ്പാടിലാണ് ഇവർ പൂക്കളിട്ട് നമ്മൾ മക്കളെ വളർത്തി വലുതാക്കി അവരെ നല്ല നിലയിൽ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവരുടെ നമുക്ക് പിന്നെ ഉള്ള പ്രായം ചെല്ലുന്നു വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും, മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം. ഈ ജമന്തിയൊക്കെ കാട് മാതിരി ആകുമ്പം വെട്ടിക്കളയുമ്പോൾ അതിനെക്കാട്ടിയും പ്രയാസമാണ്. വെട്ടിക്കളയുമ്പോൾ എന്ത് കഷ്ടപ്പെട്ട ഒരു ചെറിയ ജമന്തിയുടെ കമ്പ് കൊണ്ടുവന്ന് വെച്ച് കിളിപ്പിക്കുന്നതുകൊണ്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിനെയും നട്ട് വളർത്തി അതിനെ കാ പിടിച്ച് അതും കഴിച്ച്, കാരണം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ വീട്ടിൽ വളരുന്നൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവുമെന്നും കാ പിടിക്കുന്നൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കളിയാണ് ഇതെല്ലാം. നമ്മുടെ നാട്ടിൽ ഇത് ഒരു 5 കൊല്ലം മുമ്പൊക്കെ ഇതുണ്ടോ? ഇല്ലല്ലോ. ഇത് നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കടകളിൽ ഇരിക്കുന്നത് കാണും. വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ടേസ്റ്റ് ഒരു വെള്ളയാണ് വാങ്ങിച്ചത്, വെള്ള കളറകത്ത്. പക്ഷേ ഒരു മധുരവും ഇല്ല, ഒരു ഇതും ഇല്ല. ഞാനന്ന് വെറുത്ത് അന്ന് കഴിച്ചതാണ്. പിന്നെ ഞാൻ കഴിക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ പിടിച്ചപ്പം ഞാൻ കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത്. പിന്നെ എല്ലാവരും പറയും മഞ്ഞ കളറോ എന്തെങ്കിലും ആവട്ടെ, ഒരെണ്ണമെങ്കിലും പിടിച്ചല്ല നമ്മുടെ വീട്ടിൽ. പിന്നെ ഞാൻ ഇതിൻ്റെ കമ്പ് മുറിച്ച് വെച്ച് കിളിക്കുമോ അറിയാൻ വെച്ച്, പക്ഷേ എല്ലാം കിളിച്ച്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടപ്പം ആവശ്യക്കാർക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെറുതെ കൊടുത്താൽ വേണം. പക്ഷേ ഇത് നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് അറിയാവോ ഇത് പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് കൂലി വേണം, അത് ചെയ്ത് നമ്മളിത് വളർത്തി ഇതെടുക്കുന്നതിന് ഒരു ഇത് വേണമല്ലോ.
പിന്നെ വളമൊക്കെ കൊടുത്ത് ഇത്ര രൂപയുടെ വളമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ഇത് വേണ്ടേ? അതിപ്പോൾ അത് വെറുതെ കൊടുത്താൽ എല്ലാവരും വാങ്ങിക്കും, അതേ ഉള്ളൂ. കണ്ട, ഇത് ഞാൻ കട്ട് ചെയ്ത് നല്ല കളർ, നല്ല മധുരമാണ്, സൂപ്പർ മധുരമായിരുന്നു. എന്തോ എനിക്കറിയത്തില്ല, നല്ല ടേസ്റ്റ്. ഏതാണ്ട ഇനി ഇതിന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് പൂ പിടിച്ച് നിൽക്കുന്നത്, ഇതിന് ശേഷം പൂ പിടിച്ച നിൽക്കുന്നത് കണ്ട, ഇതിൻ്റെ പൂവാണിത്. കണ്ട, കാ പിടിച്ച് നിൽക്കുവാണ് അടുത്തതിന്. രണ്ടെണ്ണം കൊണ്ട് വേറെ ഉണ്ട്, വേറെ നിൽപ്പുണ്ട് പൂ. ഇതിനകത്തൊരു പച്ചക്കറി വേസ്റ്റ് കൊണ്ടിട്ട് അതിൻ്റെ ഇതിൻ്റെ പൂവുണ്ട, വേറെ ഒരെണ്ണത്തിലും നിൽപ്പുണ്ട്. ഇതിൻ്റെ മണ്ടയൊക്കെയും കുടിച്ചു കൊടുക്കുക, ഇതങ്ങ് വായിച്ച് കയറും. കുമ്പളവാന്നോ മത്തനാന്നോ ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ ഇലയെ പറ്റി എനിക്ക് അതൊന്നും അറിയത്തില്ല. മത്തം വിളിച്ചു വരുവാണെങ്കിൽ കുമ്പളമാണെന്ന് വിചാരിക്കും. അതാണ്ട് ഇതിൻ്റെ ഇടയ്ക്കും ഉണ്ട് ഒരെണ്ണം, മാവിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുക. ടെറസിലാണ് ഇത് നിൽക്കുന്നത്. സൂര്യപ്രകാശവും വേണം, വളം വെള്ളം വേണ്ടാത്തൊരു വസ്തുവാണിത്. ഇതും അതേമാതിരി നട്ടിക്കോ ടയറൊന്നും കെട്ടിയിട്ടില്ല, കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നിന്നൊക്കെ കമ്പ് ഒഴിച്ച് പുതിനാട ഇല ഞാൻ ശകലം ഒന്ന് പിച്ചു ചമ്മന്തി അരയ്ക്കാമല്ലോ, ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കും. നല്ലതാണ്, വെള്ളത്തിൽ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും എല്ലാം നല്ലതാണ്. ചമ്മന്തി അരയ്ക്കാം, നമുക്ക് നാരങ്ങ വെള്ളം പിഴിയാം. വേണ്ട, ഇത് കമ്പ് എത്ര എണ്ണമാണെന്ന് നോക്കി. ഞാൻ ആ കമ്പുകളെല്ലാം കുഴിച്ച് വെച്ച് കിളിച്ചതാണ് ഇതൊക്കെ. കണ്ട, എല്ലാം കിളിച്ചു വരും നല്ലതുപോലെ. വേണ്ട, ഇവിടെ ദാണ്ട അത് ഞാൻ കോഴി ഉണ്ടായിരുന്നു, കോഴിയൊക്കെ പട്ടി പിടിച്ചുകൊണ്ട് പോയിട്ട് കോഴിയുടെ കൂടെടുത്ത് ഞാൻ കളഞ്ഞില്ല, ആക്രിക്ക് കൊടുക്കാൻ വെച്ചിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചെന്നാൽ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങോട്ട് വളർത്താമെന്ന്. അവർ കയറി വളർന്നു വരുന്നുണ്ട്. കവറിനകത്തൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്, ഇതിനുമൊക്കെ വളം ഇട്ട് കൊടുക്കുക. പോച്ചയൊക്കെ കയറിക്കുക. കാരണം എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് ക്ലാസ്സിന് പോക്കലും സാധനം വാങ്ങിക്കാൻ പോക്കും ഒക്കെ ആയതുകൊണ്ട് ഈ പച്ചക്കറികൾ, ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഇത് ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോകുന്നതിന് മുന്നേ അവർക്കൊരു സന്തോഷം, എനിക്ക് അതിനെക്കാട്ടിയും സന്തോഷം വളമൊക്കെ ഇട്ട് കൊടുത്താൽ. ഞാൻ ആ പച്ചക്കറിയുടെ വളം തന്നെ ഇങ്ങോട്ട് മേളിലോട്ടും കൊണ്ടുവന്ന് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണും ഇട്ട് കൊടുക്കണം. പിന്നെ കരിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ, കാരണം പൊത ഇട്ട് കൊടുക്കണം. അന്നേരമാണ് ഇതിന് നല്ല ഒരു, കാരണം നല്ല വെയിൽ വന്നാലും ഇപ്പോഴത്തെ വെയിൽ നല്ല വെയിലും അതനുസരിച്ച് മഴയും ഉണ്ടല്ലോ, രാത്രി മഴയും വരും. അതുകൊണ്ട് നല്ല വെയിൽ കാണുമ്പോൾ ഇതിൻ്റെ ചെവിടൊക്കെ ഇതിനകത്ത് ഉണക്കിട്ടാൽ എപ്പോഴും വെള്ളവും വേണ്ട. ഇപ്പം വഴുതനങ്ങയൊക്കെ നിൽക്കുന്നതൊക്കെ ഒന്ന് പിച്ച് നമുക്ക് ഇച്ചിരി വിഴുക്ക് വരട്ടെ. ഇത് വട്ടത്തിലരിഞ്ഞിട്ട് കടലമാവ് ഇതിനകത്ത് മുക്കി വറക്കും. കടലമാവല്ല, ചോറിനൊക്കെ കോൺഫ്ലവറുമായിട്ട് മുക്കി മുളക് പൊടിയൊക്കെ ചേർത്ത് എടുക്കുക. പിന്നെ അരപ്പ് തേച്ച് വെച്ചിട്ട് വറക്കാം വഴുതനങ്ങ. ഇത് തൊണ്ടൻമുളകാണ്. ഞാൻ പറഞ്ഞ് തൊണ്ടൻമുളകാണ്. ഞാൻ ഇത് പോസ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. തൊണ്ടൻമുളക് ഒരുപാടുണ്ട്. അതിപ്പം അതെല്ലാം പോയി. ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല ഞാൻ. ഇനിയിപ്പോൾ പോകാനുള്ള കാര്യം നടക്കട്ടെ. ഇത്രയൊക്കെ പടച്ചവൻ സഹായിച്ചു തണ്ട. ഇതാണ് ഞാൻ ആൾക്കാർക്ക് എടുത്തു വെച്ചേക്കുന്ന ഇത് കൊടുത്ത് അയച്ചു കൊടുത്തതിന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നിന്ന് എടുത്ത് ഒരു മുളക് ഞാനും നട്ടു, ഒരു മുളക് അവർക്കും കൊടുത്ത്. അതിനകത്ത് നിന്ന് കുറേ പേർക്ക് 2 പ്രാവശ്യമായിട്ട് ഞാൻ അയച്ചു കൊടുത്ത്. അപ്പോൾ ഒരുപാട് അവർക്കും ഒരു സന്തോഷം, എനിക്ക് അതിനെക്കാട്ടി ഒരു സന്തോഷം. വെറുതെ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്ത്. അവർക്ക് എല്ലാവരുടെ ആഗ്രഹമാണ്. ഇത് തൊണ്ടമുളക് കിട്ടാത്ത സാധനമാണ്. ഈ തിരുവനന്തപുരത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ അവിടെ മരുമോടെ വീട് അവിടെ ആയതുകൊണ്ട് അവൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ടമുളക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ പിന്നെ വളർത്തി. അതിനകത്തുനിന്ന് പഴുപ്പിച്ച് മുളകെടുത്ത് വളർത്തിയതാണ്. പെട്ടെന്ന് കിളിച്ച് വന്നു. അപ്പോൾ എന്നെ ആൾക്കാർ വീഡിയോ എടുത്ത് കാണിക്കുകയും ചെയ്ത്, കിളിച്ചിട്ടുണ്ട് തൊണ്ടമുളക് കിളിച്ച് വന്ന്. വഴുതനങ്ങയുടെ വിത്ത് ഞാൻ അയച്ചു കൊടുത്ത്. ഇത് മെനക്കെട്ട ജോലിയാണ്. 12-1 മണി വരെ ഞാൻ ഇരുന്ന് ഇങ്ങനെ ഓരോരുത്തർക്കും കവർ വെച്ച് ഇതിനകത്ത് കയറ്റി പോസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അത് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ. കണ്ട, ഇത് പഴുത്ത പച്ചമുളകൊക്കെ ഞാനൊന്ന് പിച്ചി എടുക്കുക. ഇഷ്ടംപോലെ പച്ചമുളകൊക്കെ പിടിച്ച് ഇപ്പം ഇല്ല പച്ചമുളക്. ഇതെല്ലാം അങ്ങ് ഉണങ്ങിപ്പോയി. ഇപ്പം ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നേരത്തെയാണ് പച്ചമുളക്. ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ പിടിച്ചതായിരുന്നു. ഇതിൻ്റെ ചെവിട് ഇളക്കി കൊടുത്തിട്ട് വേണം വളമിട്ട് കൊടുക്കാൻ, എന്നാലേ നല്ലതുപോലെ കിളിക്കത്തുള്ളൂ. ഇതങ്ങോട്ട് വളമിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന വളമാണ് എനിക്ക് ഇത്. മറ്റേ ചാണകപ്പൊടിയെക്കാട്ടി എനിക്ക് ഇതേമാതിരി വളം ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ഈ മുളകിനകത്ത് ഒരുപാട് മുളക് പിടിച്ച്, ഇതൊന്നുമില്ല, നിറച്ച് ഇല കാണാതെ മുളകായിരുന്നു.
അതിൻ്റെ പിന്നെ കവറും ഒക്കെ അങ്ങ് പൊട്ടിപ്പോയി. കാരണം ഒരുപാട് പഴക്കമുള്ള ചെടിയായിരുന്നു. ഒരുപാട് മഞ്ഞളും ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ മഞ്ഞളും പിടിച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളും ഞാൻ എടുത്ത് ഉണക്കിയെടുക്കും. അതിന് ഒഴിച്ചു കൊടുക്കുക. ഇനിയും മുളക് പിടിച്ച് വരട്ടെ. എന്നിട്ടൊരു കട്ടയൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്ത് അതിനൊന്ന്, ഇല്ലെങ്കിൽ ഇതായിപ്പോവും, ചെവിടങ്ങ് ഇതായിപ്പോവും. ഇനിയും പിടിച്ചാലോ. പിന്നെ ഇതാണ്ട ഇത് കുമ്പളങ്ങയായി അങ്ങനെ പിച്ചി മേളോട്ട് വളർന്നു പോവുക. ഇതിനകത്തുനിന്ന് കായ ഉണ്ടായിരുന്നു, പിച്ചുകയും ചെയ്ത്. അതിനും ഇട്ട് കൊടുക്കാം. പിന്നെ ഫിറോസിൻ്റെ, നമ്മുടെ യൂട്യൂബർ ഫിറോസിൻ്റെ ഇത് വാങ്ങിച്ച് പൊന്നാങ്കണ്ണി ചീരയാണ്. ഈ ചീരയും പിച്ച് തോരൻ വെച്ച്. ഇപ്പോൾ ഇഷ്ടം പോലെ ചീരയായിരുന്നു. ചീര നടാൻ സ്ഥലം ഇതില്ല, പാത്രമില്ല. ഇനി കവർ വാങ്ങിക്കണം അല്ലെങ്കിൽ. അപ്പോൾ അതും അവിടെ നിൽക്കട്ടെ. പിന്നെ തൊണ്ടൻമുളക്, പച്ചമുളക് ഇത് കണ്ടോ, തൊണ്ടൻമുളകും പച്ചമുളകും ഒക്കെ ഇഷ്ടം പോലെ കിട്ടി. നല്ല ഭംഗിയാണ് സാമ്പാറിനും ഇറച്ചിക്കറിക്കും മീൻ കറിക്കും ഒക്കെ ഇടാം. തൊണ്ടൻമുളക് പിടിച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഞാൻ അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അയച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ ഞാൻ നട്ട് കിളിപ്പിച്ചതാണിത്. കിളിച്ച് വരുന്നുണ്ട് ഇപ്പം തൊണ്ടൻമുളക്. പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്യാൻ. അവരും പഠിച്ചു വരണ്ടേ, നാളെ അവരും ജീവിക്കണ്ടേ ഇല്ലേ. അവരും പഠിച്ചു വരട്ടെ. ഞാൻ രാത്രി ഉറക്കം ഒഴിഞ്ഞ് 12 മണി 1 മണിയൊക്കെ ഇരുന്ന്, എന്നാലേ എനിക്ക് ഇത് ആവത്തോളൂ. അയച്ചു കൊടുക്കുവാണ്. പോസ്റ്റ് ചെയ്താൽ മതി. ഇവർക്ക് കവറിനകത്ത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. ഓരോരുത്തർ അഡ്രസ്സ് അയച്ചു തരുമായിരുന്നു. ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു ഞാൻ. തൊണ്ടൻമുളകിൻ്റെ തൈ എല്ലാവർക്കും കിട്ടട്ടെ. നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ പറ്റത്തില്ലല്ലോ. കവറിനകത്താക്കി ഞാൻ അയച്ചു കൊടുത്ത്. അവർക്കും ഒരു സന്തോഷം, എനിക്ക് അതിനെക്കാട്ടി ഒരു സന്തോഷം. എല്ലാവർക്കും ഇടയും വീട്ടിൽ വരണമല്ലോ. എനിക്ക് കിട്ടിയിട്ടല്ലേ ഞാൻ ഇത് പഠിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിളിച്ച്. അപ്പോൾ ഇതെങ്ങനെ ഓരോരുത്തർക്കും അയച്ചു കൊടുക്കാൻ വെച്ചേക്കുക. അപ്പോൾ 4-5 എണ്ണം അയച്ചു കൊടുക്കുമ്പോൾ ഒരു തൈയെങ്കിലും കിളിക്കുമല്ലോ. അപ്പോൾ അതിനെ നട്ട് വളർത്താൻ പറഞ്ഞ്. അങ്ങനെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾക്കെല്ലാവരും അവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ പോയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.